ഹായ്, ഷാറ യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പേപ്പർ ക്രാഫ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ: ന്യൂസ് പേപ്പർ, കത്രിക, ഈർപ്പള്ളി, ഫെവിക്കോള്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പേപ്പർ ഉരുട്ടി വെക്കുക. ഞാനിപ്പോ 15ഓളം ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഇങ്ങനത്തെ തടിയുള്ളതൊന്നും പറ്റില്ല. തടിയുള്ളതെന്ന് വെച്ചാൽ തറ്റം മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ ഞാൻ കാർഡ്ബോർഡിന്റെ ഇത്ര ഒരു പീസ് ഒഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബേക്കിൽ കൊട്ടയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാക്കിയിട്ടാകുമ്പോൾ ഇത് ഒട്ടിക്കാം. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന് മുകളിൽ ഒട്ടിക്കണം. ഈ ഷേപ്പ് ഇതിലെ പോലെ ഈ അളവ് തന്നെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒട്ടിക്കാം. ഇനിയിപ്പോ ഇത് റൗണ്ടായിട്ട് ഫുൾ ഒട്ടിച്ച് വെക്കണം. ഇതേപോലെ തന്നെ ചുറ്റും ഒട്ടിക്കണം. പേപ്പറിനെ കൊണ്ടാക്കുന്നത് സൈക്കിളാണ്. നമ്മിപ്പോ റൗണ്ടിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആക്കേണ്ടത് ഹാൻഡിലാണ്. സൈക്കിളിന്റെ ഹാൻഡിലല്ല, നമുക്ക് ഫസ്റ്റ് ടയറാക്കാം. ടയറിനായിട്ട് ഒരു ഉരുട്ടിയത് എടുത്തിട്ട് അറ്റം പിടിച്ചിട്ട് ഉരുട്ടിയാൽ മതി. അതിനായിട്ട് ഫസ്റ്റ് ഉരുട്ടിയത് കുറച്ച് നേരം ആക്കാം. എന്നാൽ പിന്നെ ടയറായി കിട്ടുമോ ഉരുട്ടിയാൽ മതി. ടയർ ചെറിയ ടയർ പോലെ ഇനി ഒന്നും കൂടി കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ഇത് തേച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ പേപ്പർ താഴെ കുട്ടി ഒട്ടിച്ചിട്ട് ഒരു ടയർ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു 2 കൂടി ആക്കണം. ടോട്ടല് 3 ടയറാണ് ഇതിന് ആവശ്യമുള്ളത്. ഇങ്ങനെ ഒരു വണ്ടി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു ടയറും ബേക്കിൽ 2 ചെറിയ ടയറുമാണ്. ഫ്രണ്ടിലൊരു ഹാൻഡിൽ വരും, പിന്നെ ബേക്കിലൊരു കൊട്ടയും വരും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഹാൻഡിലിനേക്കുള്ള പണി നോക്കാം. അപ്പോൾ നമ്മൾ ഹാൻഡിലാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ടയറിലെ നടുക്കുള്ള ഓട്ടയിലേക്ക് ഒരു ഉരുട്ടിയത് പേപ്പർ കയറ്റാം. ഹാൻഡിലുള്ള ഇതേപോലെ ആക്കാം. ഒരേ അളവിലാക്കിയിട്ട് മുറിക്കാം മുകൾ ഭാഗത്ത്. അപ്പോൾ ഇവിടെ കുറച്ച് പശയായി കൊടുക്കാം. റൊട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്.
ഹാൻഡിലിന് വേണ്ടിയിട്ട് ഒരു ഉരുട്ടിയൊക്കെ വെച്ചിട്ട് റൗണ്ടിൽ ചുറ്റി കയറ് വെക്കുന്ന പോലെ ചുറ്റി ചുറ്റി മുകളിൽ പോവാ. അതിന് മുമ്പായിട്ട് പശ ഒട്ടിക്കണം. ജസ്റ്റ് ഒന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പശ തേക്കണം. പശ തേച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഇത് കെട്ടിക്കൊണ്ടിരാ. കെട്ടി കെട്ടി ഹാൻഡിലായി വരുന്നുണ്ട്. എന്നിട്ട് ഇത്ര മതി. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് പശ വെച്ചെടുക്കാം. ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഹാൻഡിൽ പോലെ നേരെയാക്കാം. നേരെയാക്കിയ ശേഷം ഇനി വേണ്ടത് ഒരു ബേക്കിലേക്ക് ഒരു കമ്പി വേണം. അതിനായിട്ടൊരു റോൾ എടുത്തിട്ട് ഇതെടുത്തിട്ടാകുമ്പോൾ കണക്ക് എന്നിട്ട് ഇത് ചുറ്റാം. ഇത്ര ചുറ്റിട്ട് ഇനി ഇത്രയുള്ളൊരു പീസ് എടുക്കാൻ എന്നിട്ട് ഇവിടെ ഒട്ടിക്കണം. ഇനി ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. കുറച്ച് ഉണങ്ങിട്ട് ഇനി നമുക്ക് ഇവിടെ 2 ടയർ വെക്കണം. ഇവിടെ ഇങ്ങനെ 2 ടയർ വെക്കണം. അതിനായിട്ട് ഇത്തരം ഒരു പീസ് എടുത്തിട്ട് മടക്കിയിട്ട് രണ്ടിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. അതിനായിട്ട് ജസ്റ്റ് ഉണങ്ങിട്ട് ഇതിപ്പോൾ ഇത് ഒടിഞ്ഞ് വീണു തോന്നുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒടിഞ്ഞാടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരമുള്ളൊരു ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം. അതിനായിട്ട് ഇത്ര വരെ പശയൊക്കെ കൊടുക്കാം. ഭാഗം ഈ ഒട്ടിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ഇത് കുറച്ച് ഉണങ്ങിട്ട് ഇനിയിപ്പോൾ ഈ ഹാൻഡിൽ നേരെ വെക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു പീസ് മുകളിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് കുറച്ച് പശ വെക്കാം. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഉണങ്ങിട്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇത് എടുത്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു മറവാണ്. അതിനായിട്ട് നമുക്കൊരു പേപ്പർ മുറിച്ചിൻ്റെ അടിയിൽ വെക്കണം. ഇതിപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. പക്ഷേ
വെച്ചാൽ നമ്മള് കാര്യം പൂർത്തിയായി. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിട്ടാണ് ഇപ്പം അങ്ങ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെ സൈക്കിളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആയിട്ടുണ്ട്. അതേ മോഡൽ തന്നെ വേറെ ഒരു ബുള്ളറ്റ് ആക്കിന്. പിന്നെ നമുക്ക് വീഡിയോ നിർത്താം. വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്തായാലും പരമാവധി ഷെയർ ചെയ്യാൻ നോക്കാം. ഇത് പിന്നെ എല്ലാവർക്കും ആക്കാൻ പറ്റുന്ന കാര്യമാണ്. ആകെ ആവശ്യമുള്ളത് വലിയ അത്യാവശ്യമുള്ളതായിട്ട് പേപ്പറും ഭാഷ ആവശ്യമുള്ളൂ. പിന്നെ വെച്ചാൽ എല്ലാവരും എന്തായാലും ഉറപ്പായി ട്രൈ ചെയ്യാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാം. പിന്നെ വെച്ചാൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കമന്റിലൂടെ അറിയിക്കാം. ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.